വിൻഡോസ് 10 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഞാനിപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ ഫയർഫോക്സോ ക്രോമോ, ഞാൻ ക്രോം എടുക്കുന്നു. ഗൂഗിളിൽ പൈത്തൺ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അതിൽ python.orgയുടെ ഹോം പേജ് വരുന്നുണ്ടാകും. /downloads ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു അഡ്വാൻസ്ഡ് യൂസർ ഒന്നുമല്ലെങ്കിൽ ഈ ഹോം പേജിൽ നടുക്ക് കാണുന്ന ഡൗൺലോഡ് പൈത്തൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 3.8.5 ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ വെർഷൻ നമ്പർ വ്യത്യാസം ഉണ്ടാകാം. ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്ന ഇൻസ്റ്റാൾ നൗ ബട്ടൻ്റെ അടിയിൽ നിങ്ങൾ ഈ പൈത്തൺ എവിടെയാണ് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടാവും. ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഈ പാത്ത് വേണ്ട, നിങ്ങൾക്ക് വേറൊരു നിങ്ങളുടെ സൗകര്യത്തിനുള്ള ഒരു പാത്ത് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ് ഇൻസ്റ്റലേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. വളരെയധികം സമയമൊന്നും എടുത്തിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നിങ്ങൾ സ്റ്റാർട്ട് ബട്ടണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. പൈത്തൺ 3.8. അതിനകത്ത് 4 ലിങ്കുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ IDLE, അതോടൊപ്പം പൈത്തൺ 3.8 32-bit. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ടെർമിനൽ, നമ്മുടെ കമാൻഡ് വിൻഡോ. പൈത്തൺ ഇൻസ്റ്റലേഷൻ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു പൈത്തൺ കമാൻഡ് ഒന്ന് അടിച്ചു നോക്കുക. ഓക്കെ ചെയ്തു. ഇനി മറ്റൊരു ടെർമിനൽ കൂടി നമുക്കുണ്ട്, ഒരു വിൻഡോസ് ബേസ്ഡ് ടെർമിനൽ. അതും കൂടെ പരിചയപ്പെടാം. IDLE എന്ന് പറയും. IDLE എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എൻവയൺമെൻ്റ് ആണ്. ആ കറുത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷെല്ലിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയും ചെയ്യാവുന്നതാണ്. ഈ ഒരു എൻവയൺമെൻറ്റ്, ഈ ഒരു ഷെല്ല് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ഇവിടെ എഴുതാം. ഷെല്ലിൽ നിങ്ങൾ കമാൻഡ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഓരോ കമാൻഡ്സും അപ്പോൾ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. പക്ഷേ IDLEയിൽ നിങ്ങൾക്ക് ശരിക്കുള്ള പ്രോഗ്രാംസ് തന്നെ എഴുതാം. ന്യൂ ഫയൽ എടുക്കുക. ഞാനിവിടെ ഒരു പ്രോഗ്രാം എഴുതുന്നു. ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു നമ്പറിൻ്റെ സമ്മ് കൂടെ പ്രിൻ്റ് ചെയ്യിക്കാം. നമുക്ക് ഒരു 100 + 340. ഓക്കെ, ഇനി സേവ് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഫയൽ നെയിം കൊടുക്കുക. സേവ് ആയിട്ടുണ്ടാകും. ആ test.py ഇവിടെ വന്നിട്ടുണ്ട്. ഇനി റൺ എന്ന് പറയുന്ന മെനുവിനകത്ത് റൺ മോഡ്യൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ
ആൻസർ കിട്ടും.